നമ്മൾ മാനസികമായിട്ടോ അല്ലെങ്കിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ലൈഫിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ പണത്തിന്റെ വാല്യൂ നമ്മൾ അറിയൂ. സോ ശരി, അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അസുഖം വന്ന് കിഡ്നി സ്റ്റോൺ. ഇവിടെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവും, കാരണം അത് എല്ലാവർക്കും ഒന്നും വരാൻ സാധ്യതയില്ല. കുറച്ച് വിഐപിയൊക്കെ വരുള്ളൂ. ഡയമണ്ടൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരു സ്കാൻ ചെയ്യാൻ ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്കാൻ ചെയ്യേണ്ട ക്യാഷ് ഞാൻ രാവിലെ തന്നെ നമ്മളെ കടയിൽ പോയിട്ട് കടം ചോദിച്ചു. ഏകദേശം 1 മണിക്കൂറോളം നിൽക്കേണ്ടതാണ്. ആ നിന്ന സമയത്ത് എൻ്റെ വൈഫ് കൂടെ ഉണ്ട്. ആ നിപ്പാണ് സത്യത്തിൽ എന്നെ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചത്. പക്ഷേ ആ 1 മണിക്കൂറോടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ കാര്യമായിട്ടൊന്ന് കാണുന്നു. പൈസ വെച്ച് കാണുന്ന എൻ്റെ ആവശ്യങ്ങളുണ്ടാവും. ശരിയല്ലേ? ആ 1 മണിക്കൂർ നിന്നപ്പാട് പണമില്ലാത്തതിന് വേണ്ടി മരുന്ന് മേടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ലൈഫിൽ നിന്ന് ജീവിതത്തിൽ പൈസ മരുന്ന് മേടിക്കാനും ഉണ്ടാക്കി വെക്കണം. കാരണം ഞാൻ ചിന്തിച്ചത്, ഞാൻ കൂടെ ഉണ്ടായിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ എൻ്റെ വൈഫ് തനിച്ചോടത്ത് എൻ്റെ ഒരവസ്ഥ വന്നിരുന്നെങ്കിലോ അങ്ങനെ ചിന്തിച്ചിരുന്നാണ് എന്തെങ്കിലും എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. പക്ഷെ വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിലെ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റി കൈ കിട്ടുന്നത് എൻ്റെ ഗ്രേഡ് എടുത്ത് സാധാരണ എടുത്താണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചു പോയതാണ്, ഒന്ന് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കേട്ട് നോക്കിയപ്പോൾ വേറെ പൈസ മുടക്കണ്ട, ഞാൻ ആ പഞ്ചായത്തിൽ നിൽക്കും, ഞാൻ ഇല്ലാത്തതുകൊണ്ട്. രണ്ടാമത് ഞാൻ ചോദിച്ചത്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ശരിയല്ലേ? ഇതിന് പ്രത്യേക ടൈമൊന്നുമില്ല. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. കല്യാണ വീട്ടിൽ വേണമെങ്കിൽ കച്ചവടം ചെയ്യാം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചിന്ത വന്നു. മൂന്നാമത് ഞാൻ ചിന്തിച്ചൊരു പോയിന്റ്, നമ്മൾ കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. സോപ്പും വേസ്റ്റും നമ്മൾ വന്ന് ഡെലിവറി ചെയ്തത്. ഈ 3 കാരണമാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ കാരണം. പക്ഷേ ഇതേ 3 കാരണമാണ് പലരും ഈ ബിസിനസ് സീരിയസ് അല്ലാത്തതിനേക്കാൾ. ശരിയല്ലേ? ഇൻവെസ്റ്റ്മെന്റ് അവിടെ എനിക്ക് താല്പര്യം ഉണ്ടാവും, കടം മേടിച്ചിട്ടുണ്ട് ഭയങ്കര താല്പര്യം. ശരിയാണല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബിസിനസ് അങ്ങോട്ട് വിജയിക്കാൻ പറ്റാത്തത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് അന്വേഷിച്ചിരുന്നെങ്കിലും അവരൊക്കെ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞാനും പരാജയപ്പെട്ടു പോകുന്ന മുൻവിധിയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ശരിയാണോ? ഇനി തുടക്കത്തിൽ എനിക്കൊക്കെ പറ്റിയ പോലെ എല്ലാവരും അടുത്ത് പോയിട്ട് ഇന്നത്തെ ഒരു സാഹചര്യം തന്നെ, ഇന്നൊരു പക്ഷേ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകളോട് കൈവെക്കാൻ പറ്റിയ പിടിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പക്ഷെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ശരിയാണ്? ഞാൻ തുടങ്ങിയ സമയത്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ പോട്ടെ, പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ കേരളത്തിൽ എവിടെയും കിട്ടുന്നു. കോയമ്പത്തൂർ അല്ല ബാംഗ്ലൂർ പോകും. പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെട്ട് പറഞ്ഞ് ഉപയോഗിച്ച ഒരാളില്ല, 1 രൂപ വരുമാനം പറ്റിയ ആളില്ല, മേടിച്ച ഒരാളില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അങ്ങനെ സമയത്താണ് ഒരു ട്രെയിനിങ്, പ്രോഡക്റ്റിനെ കുറിച്ച് ട്രെയിനിങ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടെങ്കിൽ കുറെ ലീഡേഴ്സ് എല്ലാം കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ കന്നഡയിലും ഇംഗ്ലീഷിലും വെടിപ്പായിട്ട് പറഞ്ഞു. എനിക്ക് എല്ലാം മനസ്സിലായില്ലേ പറഞ്ഞു. നിങ്ങളതിന് ചിരിക്കുന്നില്ല. അപ്പൊ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിൽക്കുന്നവരൊന്നും അറിയില്ലെങ്കിലും പ്രോഡക്റ്റ് നിറയാൻ അവനാരാണ്. അങ്ങനെ പ്രോഡക്റ്റുകൾ അനവധി റീറ്റെയിൽ ആയിട്ട് ചെയ്തു. ബിസിനസ് മൊത്തം എല്ലാവരും നമ്മളെ അനുകരിച്ചു. നീ ചെയ്തു, ഞങ്ങൾ ഇപ്പം ഇല്ല, കുറച്ച് കഴിയട്ടെ എന്ന്. പക്ഷെ എന്റെ ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് ഇവർ വരുന്നത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മൾ പോയി പറയുന്നത് ആരോടാണ്? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, അടുത്ത ബന്ധുക്കളോട്, അല്ലെ? അടുത്ത അയൽവാസികളോട്. ശരി, ഈ അടുത്ത എന്ന വാക്കിൽ ഉപയോഗിച്ചതിന്റെ പ്രധാന എല്ലാ ബന്ധുക്കളോടും പോയി പറയുമോ? ഇല്ല. നമുക്ക് അത്രയും വിശ്വാസമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്നവരടുത്താണ് പോയി പറയാം. ശരിയല്ലേ? ഇവരെന്താ പറയാന്നറിയോ? അവർ നമ്മളിത് പറയുന്ന അടിപൊളി നാളെ സിലബലാക്കുന്നത് ഇവര് ചിന്തിക്കും നമ്മുടെ ഇന്നലകളെ കുറിച്ച്. നമ്മുടെ ഇന്നലകളെ അറിയാവുന്ന ഒരുത്തരും നമ്മളോട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ പിന്നെ നമ്മളെ അറിയില്ലാത്തൊരുത്തിന്റെ പോയി പറയണ ഈ ബിസിനസ് കുറിച്ച് പറയാന്ന് പറയണം, നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ പറഞ്ഞ സോപ്പും വേസ്റ്റും അടിപൊളിയാണ്, സൂപ്പറാണ്, 2 പേരെ ചേർത്താൽ മതി, അവരൊക്കെ പൊക്കോളും. അത് സത്യം, അവരൊക്കെ പോയിട്ടുണ്ടാവും, തിരിച്ചു വെച്ചു അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് പല ആളുകളും ഈ ബിസിനസ്സിന് നിൽക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യമില്ല. സ്വന്തമായിട്ട് ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ ആദ്യം ഇത് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റണം. നമ്മളെ ബോധ്യപ്പെടുത്താത്തവരാണ് വേറെ ആളെ ബോധ്യപ്പെടുത്താൻ പറ്റും. ശരിയാണോ? ആഴ്ച 2,14,000 കിട്ടി, എത്ര കാലം കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം കിട്ടൂലേ? നമ്മളത് ബിസിനസ് ഇറങ്ങിയാൽ മതി. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, എനിക്ക് പുതിയ വ്യക്തിയോട് പറയാനുള്ള, പുതിയ ആളുകളുണ്ടോ ഒന്ന് കൈവക്കാം, പുതിയ ആളുകൾ കുറച്ച് പേരുണ്ട്. എന്നാലും ഞാൻ അവരോട് പറയുന്നു, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്.
എന്ന് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഭാഗ്യവാന്മാരാണോ എന്നുള്ളത്. കാരണം വേറൊന്നുമില്ല, ഇത് 100% കച്ചവടമാണെന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. വിറ്റാലേ ലാഭം കിട്ടും. ഇത് മേടിച്ച് ലക്ഷം കൊണ്ടൊരു ലാഭം കിട്ടില്ല. മേടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന പല ലീഡേഴ്സും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. നമ്മൾ ഈ പ്രോഡക്റ്റുകൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവുന്ന എവിടെയാണ്? ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആണ് ആദ്യം കുറയുന്നത്. നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പല അസുഖങ്ങളും നമുക്ക് വരില്ല, അവിടെ അസുഖങ്ങൾ നമുക്ക് കുഴപ്പം, നമ്മൾ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നീടുള്ള വിഷയം എന്താ? കുറേശ്ശെ കിട്ടില്ല, എന്താ പറയാ, അല്പാൽപ്പം കിട്ടുന്നത്. നമ്മൾ നോക്കിയത് എവിടെയും തികയൂല. നമ്മൾ ഓടുന്ന എത്ര കിലോമീറ്റർ ആണല്ലോ? 2,14,000 രൂപയ്ക്ക് വേണ്ടി ഓടുന്നത്. എന്റെ ചോദ്യം, ഈ 2,14,000 കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതാരും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരോട് ചോദിക്കുന്നില്ല, കാരണം പ്രശ്നമായി പോകുന്നു. നിങ്ങൾ സ്വയം ചിന്തിക്കുക. 2,10 നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടികൾ എന്ത് ചെയ്യും? എവിടെ കടം കിട്ടും? ഏത് കടം കിട്ടും? ഇല്ല, ശരിയല്ലേ? അപ്പൊ ഞാൻ ഇത് ഒരു ചോദിച്ചപ്പോൾ സ്ത്രീ ലേഡി പറഞ്ഞു, ഞാൻ കുറെ സ്വർണം വാങ്ങിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, അടുത്ത ആഴ്ച കിട്ടിയാലും അപ്പോഴും സ്വർണം മേടിക്കും. ഞാൻ പറഞ്ഞു 10 ആഴ്ച തുടരെ കിട്ടിയത് അങ്ങനെ കിട്ടിയാണ്. അപ്പൊ ആദ്യം വേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നത് ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യങ്ങൾ നേടാൻ ഈ ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിറങ്ങുന്നവൻ അത് വിട്ടുപോകില്ല. അത് നേടുന്നത് വരെ പ്രാർത്ഥിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. തുടക്ക സമയം എന്ന് പറഞ്ഞാൽ 13 മാസം കൊണ്ടാണ് ഞാൻ ടീം കോഡ് എന്ന റാങ്കിലേക്ക് എത്തിയത്. 13 മാസം. എന്നോട് ചോദിച്ചു, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. എന്റെ വൈഫിന്റെ കൊടുത്തിട്ട് അവള് തുറന്നു. കാരണം എന്താണെന്നറിയോ? ആ ആഴ്ചയിൽ അയൽക്കൂട്ടത്തിൽ അടയ്ക്കാൻ 500 രൂപ എന്തെങ്കിലും കൊടുത്തു. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നത് അപ്പൊ പൈസ അടച്ചാൽ അയൽക്കൂട്ടത്തിലാണ്. പിന്നെ എല്ലാവരും ഉണ്ടല്ല അല്ലെ? അയൽക്കൂട്ടത്തിൽ പൈസ അടച്ചില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അയൽക്കൂട്ടത്തിൽ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാർന്ന് പറയുന്ന തെറ്റാണ്. ഭാര്യ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ നമുക്ക് കറി വിളമ്പുന്നതിലും പാത്രം ഈ കറി വെക്കുന്നതിലൊക്കെ ശബ്ദത്തിൽ മനസ്സിലാക്കാം. ശരിയല്ലേ? അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ട ഞാൻ ഈ പറയുന്നത്. കാരണം എന്താണല്ലോ, അവരവിടെ പണമില്ലാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടു. ആരോടും പറയാൻ പറ്റില്ല. റൈറ്റോറോ? അപ്പൊ സ്വയം അത് തീർക്കുന്നതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയെങ്കിലും ഒരിക്കൽ അപമാനിക്കപ്പെട്ടവർ മാത്രമേ പരിഗണിച്ച ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. എക്സ്ക്യൂസുകൾ ഉണ്ടാവില്ല. എക്സ്ക്യൂസുകൾ പറഞ്ഞവരൊന്നും ജീവിതത്തിൽ മറ്റൊരിക്കലും എക്സാമ്പിളുകളായി മാറിയിട്ടില്ല. ഏത് മേഖലയിലാണോ അവർ ഏറ്റെടുക്കുന്ന ആ മേഖലയെ കുറിച്ച് പഠിക്കാനും അത് കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാനും മനസ്സുണ്ടാവണം. പ്രോഡക്റ്റ് മേടിച്ച് കൈവച്ചുകൊണ്ട് കാര്യമില്ല. ഈ പ്രോഡക്റ്റ് ഒരുപാട് മേടിച്ച് കഴിച്ചു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് നിർത്താൻ മതിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലരും ഇറങ്ങുന്നത്. എന്നാൽ പിന്നെ ഇത് എടുക്കാതിരുന്ന പോരായിരുന്നു. ശരിയല്ലേ? അപ്പൊ എടുത്ത പ്രോഡക്റ്റ് വിറ്റ് നിർത്താൻ വേണ്ടിയിട്ടല്ല, തന്റെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്, തന്റെ കടമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തരത്തിൽ എന്റെ ലൈഫിലാണ് ഒരുപാട് മാറ്റങ്ങൾ. വയനാട് ജില്ലയിൽ ഞാൻ ഒരുപാട് പേര് അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് നിർത്തില്ല. വയനാട് ജില്ല ആദ്യം എനിക്ക് ആരും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ അറിയുന്നവരെടുത്ത് ഞാൻ പോകും. അങ്ങനെ കണ്ണൂർ, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, അതുപോലെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലയിലൊക്കെ ചെന്നപ്പോ അവർക്കാർക്ക് എന്റെ ഇന്നലകളെ അറിയില്ല. ഞാൻ പറയുന്ന നാളെ കണ്ടെത്താൻ അവർക്ക് പറ്റി. അതുകൊണ്ട് അവിടെയാണ് എനിക്ക് ആദ്യം ടീം ഉണ്ടായത്. പക്ഷെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു. ബോർഡ് വെച്ച വണ്ടിയിലെ ആള് കയറും. ആദ്യം നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എന്തിനാണ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നത് നേടാനാണ്, ഇത്ര സമയത്തുള്ളത് ചെയ്തിരിക്കും എന്ന് പറയുന്നവന്റെ കൂടെ ആളുകൾ ഉണ്ടാവുള്ളൂ. ചെയ്ത് നോക്കാം. അവനെ നോക്കിയിട്ട് കാര്യമില്ല, നോക്കുന്നത് പോകും. നോക്കിയിട്ട് കാര്യമില്ല, ചെയ്ത് നേടണം. നേടുന്നത് വരെ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ ചിന്ത ഉണ്ടാവണം. എന്റെ സ്വയം എന്റെ ആഗ്രഹം കടങ്ങളെല്ലാം തീർക്കും, ഒരു ദിവസം മനസമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2:10 ഞാൻ ചിന്തിച്ചില്ല. ഇപ്പൊ 13 മാസം കൊണ്ട് ടീം കൊണ്ട് എത്ര രൂപ കിട്ടും? ടീം കൊണ്ട് അറിയാമോ? 30,000 രൂപ. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഓരോ റാങ്കിലും നിങ്ങൾക്ക് എത്ര ബിസിനസ് ഗുണം വേണം, ആ റാങ്കിൽ എത്ര രൂപ വരുമാനം കിട്ടും, അത് കിട്ടിയിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം വേണം റാങ്കുകളിലേക്ക് ഇറങ്ങാൻ. ഏത് റാങ്കിൽ എത്തിയാൽ എന്റെ പ്രശ്നം തീരും, ആ റാങ്ക് തന്നെ ലക്ഷ്യം വെച്ച് പോകണം.
തിരുവനന്തപുരത്തേക്ക് പോകുന്ന വ്യക്തി കോഴിക്കോട് ബോർഡ് വെച്ചാൽ അവിടെ ഒരുപാട് സമയം പോകും. അവൻ തിരുവനന്തപുരം ബോർഡ് തന്നെ വെച്ചാലേ അവിടെ സമയത്ത് എത്തുള്ളൂ. ശരിയാണോ? അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മാലിന്യം ചെയ്തു വെച്ചാൽ കൃത്യമായ ആൻസർ ഉണ്ടാവും. ഇവിടെ വിദ്യാഭ്യാസ യോഗം ചോദിക്കുന്നില്ല, പ്രായം ചോദിക്കുന്നില്ല, കുലമഹിമ ചോദിക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. അതുള്ളവനെ പരാജയപ്പെട്ടെന്ന് ആർക്കും പറ്റില്ല. അന്ന് പറഞ്ഞ എന്നെ ഒരുപാട് കളിയാക്കിയപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വൈഫും എന്റെ വൈഫിന്റെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം മാറ്റി നിർത്തിയപ്പോഴും ഒരു ദിവസം എനിക്കായിട്ട് പിറകും. ആ ദിവസം വരുന്നത് വരെ ഇതൊക്കെ അങ്ങനെ പതുക്കെ ടീമോടെ റാങ്കിലെത്തി. പതുക്കെ റാങ്കുകൾ മാറിക്കൊണ്ടിരുന്നു. ഈ പറഞ്ഞ ATC DTC ഒക്കെ റാങ്കുകൾ മാറി. പക്ഷെ അവിടെ ഒന്നും എന്റെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. എന്റെ പ്രശ്നം എന്താണ്? എന്റെ വൈഫിന്റെ കുറച്ച് ഗോൾഡ് ഞാൻ പണയം വെച്ചിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ സമാനം കിടക്കുന്നത്. കാര്യം പറ്റിക്കാൻ പോലെ എനിക്ക് വേറെ അവസരം പറയാനില്ല. പിന്നെ അത് കൂടാതെ അതിനൊക്കെ പ്രശ്നം ഇത് തികയാഞ്ഞിട്ട് കുറച്ച് പരിചയക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ വീട് സമാധാനം പോലും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും പണയം ഒതുക്കി വെക്കാനും പല ആവശ്യങ്ങൾക്ക് ആർക്കും പണം വേണ്ടിയിരുന്നു. അത് കിട്ടാൻ വേണ്ടി റീറ്റെയിലൂടെ ടേൺ ഓവറിലൂടെ അതെല്ലാം ആഴ്ചയിലും കൃത്യമായി നേടിയത് കൊണ്ടാണ് പിടിച്ചിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് കിട്ടൂല. വേറെ പൈസ ഉണ്ടാക്കി ഇതിനകത്ത് വന്നിട്ട് കാര്യം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പോഴേ നടക്കുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ടീമില്ലേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ കയറി NTC റാങ്കിൽ എത്തിയപ്പോഴും വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ NTC റാങ്ക് മുതൽ യഥാർത്ഥത്തിൽ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലായി കമ്പനിയുടെ NTC മീറ്റിംഗ് പങ്കെടുത്തു. അതിനുശേഷം ശക്തമായ ഫീൽഡിലേക്ക് ഇറങ്ങി 13 മാസം കൊണ്ട് CTC റാങ്കിലേക്ക് എത്തി. NTC റാങ്ക് 2 കോടി ബിസിനസ് അയച്ചത് കിട്ടുന്ന 24 ലക്ഷം രൂപ. റൈറ്റ്? ശരിയല്ലേ? CTC ആയാലും കിട്ടുന്ന 60 ലക്ഷമാണ് ടോട്ടൽ. അപ്പൊ എനിക്ക് 3 കോടിയുടെ വരുമാനം എത്ര ഉണ്ടാവും? കണക്കിൽ ഞാൻ പണ്ടേ എത്ര ഉണ്ടാവും? നിങ്ങളത് കൂട്ടി നോക്കണം. 13 മാസം കൊണ്ട് 3 കോടി ബിസിനസ് ടേൺ ഓവർ കയറ്റിന്ന്. അപ്പൊ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്താ? കിട്ടിയ വരുമാനം 36 ലക്ഷം രൂപ. ആ സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് സമയത്ത് നമ്മളാരും പുറത്തിറങ്ങിയില്ല. പക്ഷെ ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് വിറ്റു എന്നാണ്. കവച പ്രാവശ്യമൊക്കെ വിറ്റോണ്ട് പോലീസിന് പ്രൊട്ടക്ഷൻ വേണ്ട അവസ്ഥയും ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നത്. അതുപോലെയായിരുന്നു മേടിക്കുന്നത്. കാരണം അത്രയും ഇമ്മ്യൂണിറ്റി, ജീവനിൽ കൊതിയുള്ള ആളുകളായി മാറിയ ആളുകൾ. ശരിയാണോ ഇല്ലയോ? ആ സമയത്ത് പല മാസങ്ങളോളം പുറത്തിറങ്ങിയില്ല. 17 മാസം കൊണ്ട് ITC എന്ന റാങ്കിലേക്ക് 10 കോടി പറഞ്ഞു വന്നിട്ടുള്ളൂ. ഈ 13-17 മാസമാണ് എടുത്തത്. ടോട്ടൽ എത്ര മാസമായി? 30 മാസം. 30 മാസം 96 ലക്ഷം രൂപ. ഈ ബിസിനസ് നേടിയതാണ് ഈ ലെവലിലേക്ക് എത്താൻ പറ്റും. എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, കടങ്ങളെല്ലാം തീർക്കാൻ പറ്റി, സ്വർണ്ണം എടുത്തു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ചെറിയൊരു വാഹനം ആദ്യമായിട്ട് മേടിച്ചു. ആ ആദ്യമായിട്ട് ഞാൻ വാഹനം മേടിക്കുന്നത് ഒരു ഇതാണ് നമ്മുടെ ആൾട്ടോ 800 മാരുതി 800. അതെടുത്ത് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു. അതിന്റെ എല്ലാ അസ്കിനെയും പഠിക്കില്ലായിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അതിനുശേഷം പുതിയ വാഹനം മേടിച്ചത് ടാറ്റ ഇൻഡിക്കേറ്റർ വിസ്റ്റ കാറിൽ മേടിച്ചു. അത് മേടിച്ച് കണ്ണൂർ കാസർഗോഡ് ഓടി. അതിനുശേഷം വീട്ടിൽ അത് മാറ്റി വേറെ വാഹനം മേടിച്ചു. ഹുണ്ടായുടെ ക്രെറ്റ കാർ വാങ്ങിച്ചു. ആ ലെവലിലേക്ക് മാറി. 10-14 ലക്ഷം രൂപയാണ് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ലൈഫിൽ നിൽക്കുന്ന 2 വാഹനമുണ്ട്. ഒന്ന് മെഴ്സിഡസ് ബെൻസ് C-Class 20 ലക്ഷം രൂപ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ 2 വാഹനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ചെറിയ വീട് പണിയുന്നു. കുറച്ച് സ്ഥലം മേടിച്ചു. ശേഷം ഇതൊന്നുമില്ല, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേവലം മാസം കൊണ്ട് തീരും. ഇന്ന് ഞാനിന്ന് പോകുന്ന വഴിക്ക് തന്നെ വിളിച്ചു. ഞാൻ കുറച്ച് ഫർണിച്ചർ കണ്ടതിന് അറിയില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് ഇതെന്ന് എല്ലാവരും പറയുന്നത്. എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ വീട് പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ ഞാൻ പോയത് ചൈനയ്ക്കാ ഫർണിച്ചറൊക്കെ. ഇപ്പൊ നാളെ സാധനം എന്റെ വീട്ടിൽ വന്ന് നിർത്തും. അതൊന്നും 1 കോടി രൂപയ്ക്ക് മുകളിലെ സാധനമുള്ളൂ. അതിൽ ഒരു കണ്ടെയ്നർ ഫുള്ളാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ടത് 5000 രൂപ മാസം നമ്മൾ മേടിച്ചു കൊടുത്ത മേഖലയിൽ നിന്ന് ഞാൻ ഈ മേഖലയ്ക്ക് അറിയാം ഒരുപാട് പൊട്ടാൻ നടക്കുന്ന പണിയൊന്നുമില്ലേ. കടം കയറി ഭ്രാന്തായിട്ട് സോപ്പും വെച്ചിപ്പിക്കാൻ നടക്കുക. ഞാൻ ചിരിച്ച്, ഞാൻ എന്തിനാ ചിരിച്ചെന്ന് അവർക്ക് ഇന്നും മനസ്സിലായിക്കോളും. ഇതുവരെ അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ചിന്തിക്കേണ്ടത് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ കിട്ടുക 5 ദിവസം മുടക്കില്ല. പക്ഷെ വിജയിക്കുന്ന അവരെ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിരുന്നെങ്കിലും തോന്നുമ്പോഴേ നഷ്ടം ഉണ്ടാവുള്ളൂ. കഴിക്കാത്ത ബിരിയാണിയുടെ ടേസ്റ്റ് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ശരിയല്ലേ? കഴിക്കാത്ത ഭക്ഷണത്തിന്റെ രുചി നമ്മൾ എത്ര വർണ്ണിച്ചാലും മനസ്സിലാവും. 2 വത്ത് കിട്ടിയവനെ മനസ്സിലാവുള്ളൂ. ഈ 2 വത്ത് കൊണ്ട് എന്തൊക്കെ ചെയ്യണം. എന്നെ സംബന്ധിച്ചോളം
ചില 2% പറഞ്ഞ് കളിയാക്കിയ ആളുകൾ ഇന്ന് ഏകദേശം 41 പേര് 2,10,000 എന്റെ സ്റ്റേജിൽ വാങ്ങിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും പറ്റും, എന്ത് ചെയ്താൽ മതി? ബിസിനസ് ആണെന്ന് കാണണം. ഇത് ആളെ ചേർക്കുന്ന പരിപാടിയില്ല. രണ്ടുപേരും നോ പറയുന്ന നിർത്തിപ്പോണ്ട പരിപാടിയല്ല. മറ്റൊരാൾ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ നമ്മൾ പരാജയപ്പെട്ടുകൊള്ളുന്നില്ല. യെസോർണോ? നമ്മുടെ വീടിന്റെ അടുത്തൊരു വ്യക്തി കല്യാണം വെച്ച് ഡിവോഴ്സ് ചെയ്തു, അവിടെ നമ്മളും അങ്ങനെ തന്നെ ആവുമോ? നമ്മൾ തീരുമാനിക്കണം നമ്മൾ പരാജയപ്പെടാൻ. ശരിയാണോ ഇല്ലയോ? ഇനി ചിലർ പറയും അവൻ എന്നെ കൊണ്ടുവന്നില്ലല്ലോ, ബ്രോക്കർ കല്യാണം വെച്ചിട്ട് ആരും ഭാര്യയെ ഒഴിവാക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബിസിനസ് ആണ്, എനിക്കാണ് ജീവിക്കേണ്ടത്. ശരിയാണോ ഇല്ലയോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മൈ ലൈഫ് മാർക്കറ്റ് കമ്പനി അനവധി പ്രോഡക്റ്റ് ഇറങ്ങിക്കൊണ്ട് ഇപ്പൊ ചുണ്ടത്ത് ബട്ടൺ ഇറങ്ങി, കാലുമ ബട്ടൺ, ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് രണ്ടാമത്തെ നമ്മൾ മേടിച്ചത്. ഇനി ആർക്കും പ്രോഡക്റ്റ് ഇറങ്ങാൻ പോവാം. ഈ പ്രോഡക്റ്റ് വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തോ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യുന്നവരോടാണ്, പുതിയ ആളുകളോടല്ല കേട്ടോ. നിങ്ങളുടെ കടയിൽ എത്ര രൂപയുടെ സാധനം ഉണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മിനിമം ഓരോ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റ് വീട്ടിൽ വെക്കണമെങ്കിൽ എത്ര രൂപയുടെ സാധനം എടുക്കേണ്ടി വരും? അപ്പൊ നമ്മുടെയൊക്കെ കടയിൽ വല്ലതും ഉണ്ടാ? എന്നിട്ട് കച്ചവടമില്ല സാർ. കച്ചവടം സാധനം മേടിച്ചാലേ വെക്കുള്ളൂ. എനിക്ക് അടുത്ത ആഴ്ച ഇന്ന സാധനം മേടിച്ചു തരണം എന്ന് പറഞ്ഞാൽ വരില്ല, അവർ അങ്ങനെ മേടിക്കുള്ളൂ. അതുപോലെ തന്നെ പല ആളുകളും റീറ്റെയിൽ മാത്രം എല്ലാം ചെയ്യണം. ഈ ബിസിനസ് നിങ്ങൾ വിൽക്കുകയും വേണം, വിൽപ്പിക്കുകയും വേണം, ചെയ്യുകയും വേണം, ചെയ്യിക്കുകയും വേണം. എന്നാലും വിജയിക്കും. അത് നമ്മൾ ചെയ്യണം. അതെനിക്ക് പറ്റില്ല, അങ്ങനെ ചിന്തയൊന്നുമില്ല. ഞാൻ പറയാം, കണ്ണൂർ എന്ന് പറയുന്ന ഈ ഹാള് എവരി വീക്ക് ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ 10 ആഴ്ച സ്ഥിരമായിട്ട് പ്രോഗ്രാമിൽ വരുമെന്നും 10 ആഴ്ച എന്റെ ഇവിടെ ഗസ്റ്റ് ഇടാൻ തീരുമാനിച്ചോ, അവ 11-ാം ആഴ്ച ടീം കൊണ്ടിട്ടാണ് തീരുമാനത്തിറങ്ങിയാൽ നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത്, ഇപ്പൊ എന്റെ റാങ്കിൽ എത്ര 35 കോടി ബിസിനസ് മാച്ച് ചെയ്യും. അപ്പൊ എത്ര കോടി കിട്ടിയിട്ടുണ്ടാവും? ഇപ്പൊ അത് കഴിഞ്ഞ് 42 കോടിയോളം എത്തി. ഹലോ, അതൊരു ഐഡിയ. പിന്നെ ഒരു ഐഡിയ ITC. എത്ര വേണം ഡെവലപ്പ് ചെയ്യാം ഈ ബിസിനസ്. അങ്ങനെയാണ്. കാരണം എത്രത്തോളം ടീമിനെ ഞാൻ ഇപ്പോഴും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 പേരെ സ്പോൺസർ ചെയ്തു. ഇപ്പൊ റിക്രൂട്ട്മെന്റ് പണിയൊന്നുമില്ല, ചെന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയാം, 2027 ആവട്ടെ, മൈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങളടുത്ത് എനിക്കൊരു ID തരുമോ എന്ന് ചോദിച്ച ആളുകൾ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ സക്സസ് ആയ വരുമാനമുള്ള ഇത്ര അച്ചീവേഴ്സ് ഉള്ള കമ്പനികൾ ഏതാണുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ഇതാണ്. ഒരു കാര്യം ഇത് ചിന്തിക്കണം, നമ്മൾ പലരും തിരക്കുണ്ടെന്ന് പറയുന്നത്. ചില ആളുകൾ സാറേ ഞാൻ പാർട്ട് ടൈം ആയിട്ട്, ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുന്നല്ലോ, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. സാർ എന്റെ മുഖത്തേക്ക് തന്നെയാ നോക്കി, അബദ്ധവശം നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയമില്ല സാർ. സമയമുണ്ടെങ്കിൽ ഞാനങ്ങ് ഫുള്ള് ചെയ്തേ. എന്താണെന്നറിയോ, നമ്മൾ വിലയിരുത്തേണ്ട കാര്യമുണ്ട്. ഇത് ആഴ്ചയിൽ 2,14,000 രൂപ കിട്ടൂലേ? അപ്പൊ ഒരു ദിവസത്തിൽ 30,000 രൂപ കിട്ടും ആണല്ലോ. അപ്പൊ ഒരു ദിവസം 30,000 രൂപ ചെയ്ത ബിസിനസ് ചെയ്യാൻ സമയമില്ലാതെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവൻ അവൻ ഫുൾ ടൈം ചെയ്യുന്ന പണി എന്താ? ആ പണി എന്ന് പറയണേ ഞാൻ കൂടെ. എന്നിട്ട് 15,000 രൂപയ്ക്ക് കട കൊടുത്ത് മുറിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ചെയ്യാൻ സമയമില്ല. പ്രശ്നം എന്താണ്? ജോലി ആരെങ്കിലും അടിമയായിട്ട് നമ്മുടെ ചിന്ത അടിമ പണിക്ക് പോകേണ്ടതല്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് കയറി വിജയിക്കാൻ പറ്റും. ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. ഞാൻ പോസിറ്റീവ് ഒറ്റ കാര്യമല്ല, ഒരുപക്ഷെ പലർക്കും ഉപകാരപ്പെട്ടേക്കാം. എനിക്കാരും പറഞ്ഞൊന്നുമല്ല. ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണ്ടേ? ചിന്തകളിലാണല്ലോ പരാജയം തുടങ്ങുന്ന ആദ്യം, ശരിയല്ലേ? ചിന്തിക്കുന്നിടത്താണ് പരാജയം. അപ്പൊ ഞാൻ നോക്കുന്നത് പിടിച്ചു നിൽക്കണ്ടേ. ഞാൻ ചിന്തിച്ചത് എനിക്ക് 5,000 രൂപ ശമ്പളവും ആ ജോലിയാണ് ഉപേക്ഷിച്ചത്. അപ്പൊ 10,000 രൂപ ശമ്പളം കിട്ടുന്നത് വലിയ സംഭവം ആണോ? ഒരു 5,000 ശമ്പളം കൊണ്ട് നേരെ ഇരട്ടി കിട്ടുന്നത് വലിയ സംഭവമാണ്. ഞാൻ ചിന്തിച്ചത് 10,000 രൂപ ശമ്പളം ഉള്ളവൻ 2,10,000 രൂപ കിട്ടണമെങ്കിൽ എത്ര നാൾ വേണം? എന്റെ ചിന്തയാണ്. എത്ര ആൾ വേണ്ടി വരും? 21 മാസം. ശരിയാണോ ഇല്ലയോ? 21 മാസം പണിയെടുക്കണം. ഞാൻ ചിന്തിച്ച ആഴ്ച 2 കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. 21 മാസത്തിനുള്ളിൽ ഒരു തവണ കിട്ടിയാലും അവന് ഒപ്പത്തില്ല. എത്തുമല്ലയോ? അപ്പോ ഈ 21 മാസം കൊണ്ട് ഞാൻ DTC റാങ്കിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ 2,000 കൂടുതൽ കാരണം ആദ്യം ഞാൻ വിറ്റതാ. TC ആയിട്ട് റിട്ടയർ ചെയ്ത് വായിപ്പോയതല്ല, ആരും കൂടെ വന്നിട്ടല്ല. അപ്പൊ ചിന്തിക്കേണ്ടത് 13 മാസം കൊണ്ട് എനിക്കിത് പറ്റിയിട്ടില്ല എങ്കിൽ, ഞാൻ അന്ന് നിർത്തിപ്പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്തായിരിക്കും എന്റെ അവസ്ഥ?
ആണല്ലോ. ഇനി ഞാൻ പറയാം, അടുത്ത ഒരു വർഷം ഒരുപക്ഷെ ഞാൻ ഈ മേടിച്ചതിന്റെ ഇരട്ടിയായിരിക്കും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. മൈ ലൈഫ് സ്റ്റൈലിൽ ബിസിനസ് ചെയ്യുന്നവരും ചെയ്യാത്തവരും വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഇവിടെ ഒരു മാഡം പറഞ്ഞു എനിക്ക് എഴുത്തും വായന അറിയില്ല, ഇല്ലേ? എഴുത്തും വായന അറിയുന്നവർ മേടിക്കുന്ന പൈസ കിട്ടുന്നത്. ഇത് എൻ്റെ അടുത്ത് മുബീൻ സാർ പറഞ്ഞൊരു ഡയലോഗ് പറയാം. മാഡം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. ഇങ്ങനെ ബിസിനസ് ഒക്കെ നല്ല ഇത് വന്നു. മുബീൻ സാറിനെ എല്ലാവർക്കും അറിയാലോ. മുബീൻ സാറ് നമ്മളൊക്കെ എന്താ പറയുക കാണപ്പെട്ട ദൈവമാണ്. നമ്മളൊക്കെ ഒരു നേർവഴിക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് ഇത് ഇന്ത്യ മഹാരാജ്യം വലുതാ, കേരളം പാവയ്ക്ക പോലെയാ, അല്ലേ? കേരളം പാവയ്ക്ക പോലെയല്ലേ ഇന്ത്യയിൽ നോക്കിയാല്. ഇതിനൊപ്പം നിന്ന് കളിച്ചാൽ പോരാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരി സാർ, കർണാടക വലുതാണ്, തമിഴ്നാട് വലുതാണ്, നിങ്ങൾ വയനാട്ടുകാരനാണ്, 2 സംസ്ഥാനത്തിൽ പോലും എളുപ്പമാണ്, സാറ് പ്ലാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു സാറെ പ്ലാൻ ചെയ്യണം, പക്ഷെ നമുക്ക് എന്തറിയില്ല, കന്നഡ അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല, പിന്നെ തമിഴും അറിയത്തില്ല, ആകെ അറിയുന്ന മലയാളം, അതും വെച്ച് നടക്കില്ല. ഇപ്പൊ മുബീസാർ ഒരു കാര്യം മനസ്സിലായി, എന്റെ കുഴപ്പം എന്താണെന്ന് മനസ്സിലായി, എടുത്ത് പറയാണ്ടില്ലല്ലേ. പിന്നെ മുബീസാർ എന്നോട് ചോദിച്ചു, സാർ ഗോകുലം ഗോപാലൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിന് ഞാൻ അറിയാം, എന്നെ അറിയുന്നു. തമാശ. ഗോകുലം ഗോപാലൻ ഡോക്ടറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, പക്ഷെ പുള്ളി മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്. നോക്കിക്കോളൂ, ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിലെ മോലാളിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിഞ്ഞോന്നില്ല, പക്ഷേ അതുണ്ടാക്കുന്നവർ അവന്റെ അടുത്ത് ക്യൂ ആയിരിക്കും. എനിക്ക് അവസരം തരും, നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി, അങ്ങനെ മൈലേറ്റ് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി, എനിക്കൊരു അവസരം തരുമെന്ന് നിങ്ങളുടെ ആൾ വരും. അതിനുവേണ്ടി നിങ്ങൾ വളരണം. അങ്ങനെ ആളുകൾ വന്നാൽ അവരെ പ്ലാൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ആളുകൾ വരുന്നില്ല, എന്റെ കൂടെ വരുന്നില്ല, വന്നവർ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാം ഒരുപക്ഷെ. ഇന്ന് കേട്ടിട്ടും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയുന്നവരുണ്ടാവാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 10 പേര് സ്റ്റാർട്ട് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതാരും ചിന്തിച്ചിട്ടില്ല. 10 പേര് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ 10 പേര് ഞങ്ങൾ റെഡിയാ, എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എല്ലാവരും ഞാനിപ്പോ എനിക്ക് ഓരോരുത്തരത്തില്ല അങ്ങനെ എല്ലാവരും നമുക്ക് ശരിയാണോ ഇല്ലയോ? അങ്ങനെ നാളെ അങ്ങനെയാ വരാൻ പോണത്. നാളെ ഇനി വരാൻ പോണത് അങ്ങനെയാണ്, കമ്പനിയുടെ ലെവൽ അങ്ങനെ ആ രീതിയിലേക്ക് പോണത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ ഈ കമ്പനി ഉള്ളിടത്തോളം കാലം ഞാൻ അതിലുണ്ടാവും എന്നുള്ള തീരുമാനമാണെന്ന് ഓർമ്മിക്കുന്നത്. എന്തെങ്കിലും മത്സരം വെച്ചാൽ 1ാം സ്ഥാനത്ത് വേണ്ടി പോകണം. മത്സരത്തിൽ പങ്കെടുത്തോണ്ട് കാര്യമില്ല, മത്സരിച്ചാലേ വിജയിക്കുള്ളൂ. ശരിയാണോ ഇല്ലയോ? ഇപ്പൊ ഞാൻ പറയാ, ഈ മീറ്റിങ്ങുകൾ സമയം വെരി ഇമ്പോർട്ടൻറ്റ്. സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ സമയം കളയാൻ നിങ്ങൾ അറിയില്ല. ഇപ്പൊ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വന്നു, മീറ്റിംഗ് മുഴുവൻ കേട്ടുപോയി, അവരെല്ലാം കേട്ടു. തുടങ്ങി കഴിഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങിപ്പോയി, അവരെല്ലാം കേട്ടോ? ആദ്യം വന്നുകൊണ്ട് കാര്യമില്ല, അവർ ഇടയ്ക്ക് ഇറങ്ങി പോയാലോ അവസാനം വന്നാൽ എന്താ മനസ്സിലാവുക? അത് മനസ്സിലാവില്ല, ഇല്ല? ശരിയല്ലേ? അപ്പൊ നമ്മുടെ സമയം വെരി ഇമ്പോർട്ടന്റ് ആണ്. സമയത്തിനാണ് നമ്മൾ കൊടുക്കേണ്ട വില. സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് സമൂഹം നമുക്ക് തരുന്ന വില. അല്ല നമ്മുടെ പണ കാര്യങ്ങളൊന്നും സാറ് കിട്ടുന്നതിന് നേരത്തെ എത്തിണ്ടാവില്ലേ? ഞാൻ വയനാട് ജില്ലയിൽ നിന്ന്, എവിടെ വയനാട് ജില്ലയിൽ നിന്ന് കാസർഗോഡ് പോയാലും ശരി, ഞാൻ മിനിമം 10-15 മിനിറ്റ് മുമ്പോട്ട് എത്തിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഒരു മിനിറ്റ് വൈകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു ബിസിനസ് ആണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കൂ, അതിനുശേഷം ലക്ഷ്യത്തിലേക്ക് പ്ലാൻ ചെയ്യൂ, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വെറുതെ ഇരുന്നോടൊന്നും കിട്ടൂല. മൈലേജ് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമില്ല. പല ആളുകളുണ്ടല്ലോ മൈലേജ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഈ ഓപ്പർച്യൂണിറ്റി കൈപിടിച്ച് നടക്കുക. ഇത് വലിയ വിത്താന്ന് വിചാരിച്ചോളൂ, ഒരുപാട് ഫലം തരുന്ന വിത്താണ്. പക്ഷെ ഇത് കൈ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ട്. എന്റെ കയ്യിൽ സാധനമുണ്ട്, എവിടെയെങ്കിലും നട്ടാലേ ഇത് മുളയ്ക്കുള്ളൂ, ഇല്ലേ? എവിടെയെങ്കിലും ഇത് ചെയ്താലേ നടക്കുള്ളൂ. ഇത് കൈ പിടിച്ചോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചില പ്രോഡക്റ്റ് മേടിച്ച് കട്ടിങ്ങിട്ട് വെക്കും, ചിലർ പെട്ടിയിലടി വെക്കും. എന്ത് പറയും? ഇതാരും ചോദിച്ചിട്ടൊന്നും വരുന്നില്ല ഇവിടെ. ഞാൻ കുറച്ചു പേരെ പറഞ്ഞപ്പോ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിച്ചു, ഞാൻ ഉപയോഗിച്ചു, ഇത്രയും പൈസ കാണാനല്ലേ? ഈ ബിസിനസ് നിങ്ങൾ 2,14,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിയെടുക്കണം, അത് നിങ്ങൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. ഇവിടെ ഒരാൾക്കും 1 രൂപ പോലും നഷ്ടപ്പെടാനില്ല. നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു കടന്നു വരാം. എന്റെ ലൈഫില് ഞാൻ ആ നിലവിലുള്ള സ്ഥാനത്തായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു ഒരു കാൽക്കുലേഷൻ പറയാം. കുഴപ്പമില്ലല്ലോ, കണക്കൂട്ടാൻ കൂടിക്കോണം. ഇനി എനിക്ക് 5000 രൂപയാണ് ശമ്പളം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ഷോപ്പിൽ നിന്ന് പോയിരുന്നു, നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പൊ അവിടെ ശ്രദ്ധിച്ച സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്ത് 2 സ്റ്റാഫേ ഉള്ളൂ. എന്നെ അറിയില്ല, എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്ത്.
അല്ല ഒത്തിരി ചോദിച്ചു, ഇപ്പൊ ടൈൽസിന്റെ മെയിൻ ഹെഡാ. അവിടെ ചോദിച്ചു നിനക്ക് എത്രയാണ് ശമ്പളം? എനിക്കൊരു 25-30 രൂപയ്ക്ക് മാസം ഒക്കുന്നു, 30,000 രൂപ മാസം ഒക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നത്, അന്ന് എനിക്ക് 25,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കും. എന്ന് ഈ 12 വർഷം മുമ്പ്. അപ്പൊ 25,000 ശമ്പളം ഉണ്ട്, ഒരു വർഷത്തിൽ കിട്ടും ഇതേപോലെ കണക്കൂട്ടൽ രൂപ 3 ലക്ഷം രൂപ, ശരിയല്ലേ? 10 വർഷം 3 ലക്ഷം വെച്ച് കിട്ടിയ 30 ലക്ഷം രൂപ. പിന്നെ 2 വർഷം കൂടെ എത്ര വരും? 36 ലക്ഷം രൂപ കിട്ടും. ശരിയാണല്ലോ? അതല്ലേ കിട്ടുള്ളൂ, ഈ കൂടുതൽ വല്ലതും കിട്ടുമോ? അപ്പൊ ശമ്പളം കൂടുതൽ ഇപ്പോഴേ എത്രയേ ഉള്ളൂ. ഞാൻ അന്ന് പോലെ കൂട്ടിയിരുന്നു, എനിക്ക് കൂടുതൽ കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നു തോന്നുന്നില്ല, അങ്ങനെ കൂട്ടിയതാ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോ 40 കോടി ബിവി മാച്ചിങ് കഴിഞ്ഞു. ഒരു ID എത്ര കിട്ടി? എത്ര കിട്ടി? നിങ്ങൾ കൂട്ടിക്കോളൂ. ഒരു ID-യിൽ 10 കോടി കഴിഞ്ഞു, 14 കോടി കഴിഞ്ഞു. അപ്പൊ എത്ര കിട്ടി രണ്ടാമത്തെ ID-യിൽ? ഇത് എത്ര വർഷം കഴിഞ്ഞാൽ അവിടെ കിട്ടുക? ഇതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടിയാലും, ഒരു മനുഷ്യായുസ് മുഴുവൻ പണിയെടുത്താലും നിങ്ങൾക്ക് കിട്ടാമ്പോൾ എത്രയേ ഉള്ളൂ എന്ന് വിലയിരുത്താൻ ആ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കറണ്ട്